നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ അമ്പലങ്ങളാണെങ്കിലും അങ്ങനെയുള്ള മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിലും നമ്മുടെ ശരീരത്തെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് ആ കണക്ഷൻ മനസ്സിലാവാറില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ അമ്പലങ്ങളിൽ കാണുന്ന സർപ്പങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്കറിയുന്ന പോലെ മണിനാഗം, കരിനാഗം, അഞ്ചന മണിനാഗം എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന സർപ്പങ്ങൾ. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഈഢ, പിംഗള, സുഷുപ്ന എന്ന് പറയുന്ന 3 നാഡികളെയാണ് നമ്മൾ. ഈഢ അഥവാ ചന്ദ്രനാഡി, പിംഗള അഥവാ സൂര്യനാഡി, സുഷുപ്ന അല്ലെങ്കിൽ നേരെ നട്ടലിനോട് വരുന്ന നാഡി. ഇതിൽ സൂര്യനാഡിയായിട്ടുള്ള പിംഗളയാണ് കരിനാഗമായിട്ടും ചന്ദ്രനാഡിയാണ് മണിനാഗമായിട്ടും സുഷുപ്നയാണ് അഞ്ജന മണിനാഗമായിട്ടും വിലയിരുത്തപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയുന്ന സർപ്പദോഷങ്ങളോ അത് നമ്മളുടെ ഈ നാഡികളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നാഡികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഊർജം പ്രവഹിക്കുന്ന ചാനലുകളെയാണ് നമ്മൾ നാഡി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഊർജങ്ങൾ, അതായത് നമ്മളുടെ അസ്തിത്വമായിട്ടുള്ള കുണ്ടലിനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പ്രപഞ്ച ശക്തിയുടെ നമ്മളിലുള്ള അംശമായിട്ടുള്ള ഈ കുണ്ടലിനി ശക്തിക്ക് സഞ്ചരിക്കാനുള്ള പ്രധാന മാർഗമായിട്ടുള്ള സുഷുപ്ന നാഡിയും നമ്മുടെ മാനസിക അതുപോലെ തന്നെ ആത്മീയ എനർജി ഒഴുകുന്ന ചന്ദ്രനാഡിയും, അതുപോലെ തന്നെ ഫിസിക്കൽ കാര്യങ്ങൾക്കായിട്ടുള്ള ഭൗതിക കാര്യങ്ങൾക്കായിട്ടുള്ള എനർജി ഒഴുകുന്ന സൂര്യനാഡിയും, ഈ നാഡികളിൽ ഉണ്ടാകുന്ന ഈ തടസ്സമാണ്, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ആണ്, തടസ്സങ്ങളാണ് ഈ നാഗദോഷങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഈ നാഡീശോധന പോലുള്ള, നാഡീശുദ്ധി പോലുള്ള പരിശീലനങ്ങൾ ഈ നാഡികളെ വീണ്ടും ഉത്തേജിപ്പിക്കാനും ശരീര മനസ്സുകളുടെ സംയോജനത്തിന് കാരണമാകും. അങ്ങനെ കുണ്ടലിനി യോഗയ്ക്കും ഹഠയോഗയ്ക്കും ഉള്ള മറ്റൊരു നാമമായിട്ടുള്ള ലയയോഗം എന്ന പേര് അർത്ഥവത്താക്കുവാനുള്ള പ്രാക്ടീസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതും നമ്മുടെ ക്ലാസ്സുകളിൽ പരിശീലിക്കാവുന്നതാണ്.